എന്തേലും പഠിക്കാൻ പോയെന്ന് ആലോചിക്കുക. അവിടെ ഗുരുക്കള് കളരിപ്പറ്റി പഠിപ്പിക്കുന്നു, പോയി ചെയ്തു. സമാധാനമായി പൊക്കൊണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ, പിന്നെ എക്സാം ഒക്കെ കറക്റ്റ് സമയത്ത് എഴുതണം. ഇക്ക പണ്ട് കളിച്ചു കിടന്നതാണ്ടാ, ഇപ്പഴും കളിച്ചിടക്കാൻ. ആ കാണുന്ന രണ്ട് വലിയ മലക്കപ്പുറം എന്താ ആ പോയി നോക്കണം. ഈ വയല് കഴിഞ്ഞാൽ രണ്ട് കടലും കൂടെ കഴിഞ്ഞാൽ ഒരു പുഴ, അപ്പൊ സ്ഥലം എത്തി. നിങ്ങൾ എന്നെ വിൽക്കുവോ? എല്ലാം എടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? ഞാൻ എടുത്തോണ്ട് നടന്ന പയ്യനാണ്ടാ അവൻ. എന്താ അവന് നടക്കാൻ അറിയൂലേ? എടാ ഇത് വലിച്ച എന്ത് വരുമെന്നറിയൂ? കൂള് കളിച്ചാണ് നിന്റെ പിണ്ടത്തിനെ അറിയൂട്ടാ. എടാ പിണ്ട എറിയാൻ പറ്റത്തില്ലടാ, ആരുടെ കുണ്ടിന്ന് വീഴുവല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ ലക്ഷ്മി കുട്ടി ചാവിട്ടിക്കുന്നില്ലേ. അല്ലെ ലക്ഷ്മിക്കുട്ടിയാണെങ്കിൽ ചവിട്ടിക്കണ്ട തന്നെ, മസാജ് ചെയ്താൽ മതി എണ്ണ വെച്ചിട്ട്. നമുക്ക് പെണ്ണ് കെട്ടണ്ട. അതെന്ത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നാലോ? അങ്ങനെ നടക്കത്തൊന്നുമില്ല. കഴിവറ നിനക്ക് എന്റെ പെണ്ണുമ്പിള്ളെ പിടിച്ച് കിടത്താനല്ലടാ. നിനക്കില്ലാത്ത പെണ്ണെ ഞാൻ എവിടെ പിടിച്ച് കിടത്താനാടാ? കോളേജ് അടുത്ത പിന്നെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിന്റെ വീട് എവിടെയാണ്? നിന്റെ വീടിന്റെ അടുത്ത്. അലന്റെ വീട് എവിടെയാണ്? ആശിറിന്റെ വീടിന്റെ അടുത്ത്. ഓക്കെ, ആശിറിന്റെ വീട് എവിടെയാണ്? വിനായകന്റെ വീടിന്റെ അടുത്ത്. ആ, അപ്പൊ വിനായകന്റെ വീട് എവിടെയാണ്? അതല്ലേ പറഞ്ഞു നിന്റെ വീടിന്റെ അടുത്തെന്ന്. അപ്പൊ എന്റെ വീട് എവിടെയാണ്? എന്തോ വലിയ ഡയലോഗ് പറയാൻ വന്നതല്ലേ, കയ്യിന്ന് പോയില്ലേ?